ഹായ് ഗായ്സ്, എന്നാണ് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മുടെ ഹൈവേ ലോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യത്തെ നമ്മുടെ ട്രിപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ട്രക്കിംഗ് ജീവിതത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് എന്ന് പറയാം, അല്ലെ നമ്മുടെ ട്രക്കിംഗ് ജീവിതത്തിലെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു യാത്ര പുറപ്പാടാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, അതൊരു ചെറിയ സർപ്രൈസാണ്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അതൊരു സർപ്രൈസ് ആയിരിക്കും, വേറൊന്നുമല്ല. അല്ല വേണ്ട, ഞാനതിപ്പോൾ പറയുന്നില്ല. നമ്മൾ ഇപ്രാവശ്യത്തെ ട്രിപ്പ് കാലിഫോർണിയക്കാണ്. അപ്പോൾ കാലിഫോർണിയ ചെന്ന് നമ്മൾ ലോഡ് ഇറക്കി, ലോഡൊക്കെ എടുത്തിട്ട് ഞാൻ ആ വിശേഷം പറയാം. സോറി, ഞാൻ നിങ്ങളിന്ന് അങ്ങനെ സർപ്രൈസായിട്ട് ഒരു കാര്യങ്ങളും കീപ്പ് ചെയ്യാത്തതല്ലേ, വെറുതെ എന്തിനാ നിങ്ങളെ കാത്തിരിക്കണേന്നോർത്ത്. പക്ഷേ ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും എന്നോട് ക്ഷമിക്കണം. നമുക്ക് കാലിഫോർണിയ ചെന്നിട്ട് ഞാൻ ആ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ സമയം വെളുപ്പിന് 3 മണിയാട്ടോ. നമുക്ക് നേരത്തെ ആകണം. അതുകൊണ്ട് എല്ലാവരും ഉറക്കത്തിൽ, ആരും ഭയ പറയാനൊന്നുമില്ല. എല്ലാവരും എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് ഉറങ്ങിയതുള്ളൂ. നീനൂസ് ആണെങ്കിലും മിക്കുവാനാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്നും ശല്യപ്പെടുത്താതെ നമുക്കങ്ങ് പോയേക്കാം. നമ്മൾ യാടെത്തുമ്പോഴത്തേക്കും തേണ്ട നമ്മുടെ സുന്ദരക്കുട്ടപ്പൻ ജോമത് ഭായ് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആസ് യൂഷ്വൽ ജോമത് ഭായ് ഈ പറഞ്ഞ പോലെ 5 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:30 ആകുമ്പോഴേ വരുവേ. എന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് പഞ്ച്വാലിറ്റി, ആ ഒരു യാത്രയോടുള്ള ഒരു ഡെഡിക്കേഷൻ എല്ലാം തന്നെ. സാധനം പേപ്പർ വർക്ക് അപ്ഡേറ്റ് ചെയ്യാനാ, എന്തായാലും ഞങ്ങൾ വേണ്ട നമ്മുടെ ജീപ്പും ജോമറ്റോയുടെ വണ്ടിയും പാർക്ക് ചെയ്ത് നേരെ ഇനി നമുക്ക് യാത്ര തുടങ്ങാം. ജീപ്പും എടുത്ത് ഇനി നമ്മുടെ ട്രക്കും എടുത്ത് നേരെ നമുക്ക് പോവാന്നുള്ളതാണ്. ഓക്കെ സാറേ. എന്തുമാത്രം പൊടിയായി ഇത് പറപ്പിക്കണമെന്ന് നോക്കിക്കേ. അപ്പുറത്തെ സൈഡിൽ നിൽക്കാം. അപ്പം ST5166 എന്ന് പറയുന്ന ഒരു ട്രെയിലറാണ് ഇപ്രാവശ്യം നമ്മൾ എടുക്കാൻ പോകുന്നത്. സാധാരണ ഗതിയിൽ നമ്മൾ ഇങ്ങോട്ട് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് കാഴ്സണിൽ പോകാറില്ലേ, ഓട്ടോമോട്ടീവ് വയറിംഗ് ഹാർനസ്. അപ്പം കാലിഫോർണിയയിലെ കാഴ്സൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്രാവശ്യം അങ്ങോട്ട് ലോഡ് കൊണ്ടുവന്നത്. എന്തായാലും ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് സണ്ണ് നേരത്തെ വരിക, സൺറൈസ് നേരത്തെയാണ്. അപ്പം നേരം പരപര വെളുത്ത് തുടങ്ങിയിരിക്കുന്ന ആ ഒരു സമയത്താണ് കാവ്യാത്മകമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യാത്ര ആരംഭിക്കാനായി ഈ ഒരു മുട്ടൻ ട്രക്കിനെയും ട്രെയിലറിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതൊന്ന് ടഗ് ചെയ്ത് നോക്കാമോ? സെറ്റ്. ഞാൻ ഉറങ്ങില്ല. എങ്ങനെയുണ്ട്? ഉറങ്ങിയില്ല. അതിനാ ഈ സാധനങ്ങൾ നിങ്ങൾ നേരത്തെ കൊണ്ടുപോയിട്ടില്ല? അതോ ആ വിരിഞ്ഞിരുന്ന് എത്രയും കാണും. ഇതാണ്ടല്ലോ. ആ ഇത് ബാക്കപ്പ് ഇടാൻ നേരത്തെ നമ്മൾ സൂക്ഷിക്കണം. കാരണം എക്സ്ട്രാ ഇത്രയും നീണ്ടിരിക്കുമല്ലേ. ഇതാ ഇടക്കാലത്ത് വന്ന
ഇതാ ഇത് അടയ്ക്കണത് എങ്ങനെയാണെന്നറിയോ? ആ അല്ല ഇത് അടയ്ക്കണത് വേണ്ട. ഈ കോർണറിൽ പിടിച്ചിട്ട് ഉന്തണം. ഇങ്ങനെയാണ് ഇത് അടക്കണേ. ഇതിന്റെ ശരിക്കും ടെക്നോളജി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കിലോമീറ്ററിന് മുകളിൽ സ്പീഡിൽ പോകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്നുള്ളതാണ്. അത് ട്രെയിലർ പുതിയതായിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പയ്യെ അതിൻ്റെ അകത്ത് ഇച്ചിരി തുരുമ്പൊക്കെ വന്ന് തുടങ്ങുമ്പോൾ പിന്നെ അങ്ങനെ പോവുകയല്ല. ഇടയ്ക്ക് തുറക്കുകയല്ല അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിത് എപ്പോഴും വണ്ടി എടുക്കുന്നതിന് മുമ്പ് പ്രീ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇത് തുറന്ന് നോക്കണം എന്നുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇത്രയും കമ്പിയും കോലും ഉള്ളതുകൊണ്ടുണ്ടല്ലോ, അത് ചിലപ്പോൾ റണ്ണിങ്ങിൽ ഓപ്പൺ ആയാൽ അതിൽ നിന്ന് വല്ല കമ്പിയും കോലും എല്ലാ സ്ക്രൂ ഒക്കെ തെറിച്ച് പുറകിൽ വരുന്ന കാറുകളുടെ മേത്തേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ എപ്പോഴും അതങ്ങനെ തുറന്ന് നോക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ. അല്ല ഇപ്പൊ മോഡേൺ വന്നേക്കുന്നതിന് സൈഡിൽ മാത്രം ചെറിയ ഒരു സെറ്റപ്പ് അല്ലേ ഉള്ളൂ. ഇത് ഇപ്പൊ ചില സ്റ്റേറ്റുകളിൽ ബൈ ലോ ഈ സാധനം വേണമെന്നുള്ള. എന്നാ വിശേഷം പോയി? എന്നാ സാധനം നോക്കിയായിരുന്നോ? അറിയാവോ? നോക്കില്ലല്ലേ, ഞാൻ നോക്കാം. ബ്രോ പേപ്പർ വർക്കിൽ പറയുന്നത് ROCC സ്റ്റേഷൻ കിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണെന്നാ. വല്ല ഐഡിയ ഉണ്ടോ എന്നാന്ന്? രണ്ടും കൂടെ ഒരുമിച്ച് വന്നാൽ എന്നാന്നൊരു ഐഡിയ ഇല്ലല്ലേ. എന്നാ ബ്രോ പറഞ്ഞേ? നമ്മൾ 5:30 6 മണിക്കുള്ള ഡെലിവറി. പിന്നെ ബോർഡറിൽ തിരക്ക് കിട്ടത്തില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. വീക്കെൻഡ് അല്ല, പിന്നെ ലോങ് വീക്കെൻഡും ആണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. മൺഡേ ആണ്, ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഒരു പക്ഷേ തിരക്കാണല്ലോ എന്ന് പ്രതീക്ഷിക്കാല്ലേ. അതെ. ഈ സ്റ്റേഷൻ കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഗോ ഒക്കെ പോലെ ഒരു പർട്ടിക്കുലർ എന്തിനേലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ള പല സെറ്റ് ഐറ്റംസ് അടങ്ങുന്ന ഒരു സെറ്റ് എന്നുള്ളതൊക്കെ അതിന്റെ അർത്ഥം. ലെഗോ പോലെ മീൻസ് അത് എന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ല കളിക്കുന്ന സാധനമോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും വേറെ എങ്ങോട്ടേലൊക്കെ പോകാനുള്ളത്. അല്ല ഒന്നെങ്കിൽ കളിക്കുന്ന മറ്റെന്തിനൊരു ഇത് എന്നാ സാധനം എന്നറിയില്ല. ROCCക്ക് പല അർത്ഥങ്ങളുണ്ടെന്നാണ് അത് പറയുന്നത്. ബോർഡറിൽ പറയുമ്പോ അവന് മനസ്സിലായില്ലെങ്കിൽ സ്റ്റേഷൻ കിറ്റ് എന്ന് പറഞ്ഞാൽ മതി. കാരണം ഇത് ബോർഡറിൽ ഓൾറെഡി പേപ്പർ ക്ലിയർ ആയതാണല്ലോ, ഇൻവോയ്സ് ഒക്കെ കൊടുത്ത്. അതെ. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, എന്നാലും ചുമ്മാ കൊടുത്തേക്കാം. പറഞ്ഞ എനിക്ക് വൈകി എങ്ങനെ കണ്ട നല്ല കിടിലൻ സൺറൈസ് ആണല്ലോ. വെള്ള കീറുന്നുണ്ട്. നല്ല രസമുള്ള സൺറൈസ് ആയിട്ട് ഒത്തിരി ഇല്ലാലും കിട്ടിയതൊക്കെ നല്ല നല്ല കിടിലൻ കുറച്ച് വിഷ്വൽസ് കിട്ടി. ബ്രോ ഈ ബൈക്ക് ബ്രോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാൻ പോയി കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം. വിളിക്കാം, ഇല്ലെങ്കിൽ ഞാനേ ഭ്രാന്തായി പോകും. എല്ലാം സെറ്റായല്ലോ. ബോർഡറിൽ ആ പാലത്തിന്റെ മുകളിൽ കയറി പാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വിളിച്ചാൽ പാലത്തിന്റെ മോളിൽ കയറുമ്പോൾ വിളിച്ചോ. ഓക്കെ, മറ്റേ യുഎസിൽ എത്തിയിട്ട് വിളിച്ചാൽ മതിയെങ്കിൽ ബോർഡറിൽ പറഞ്ഞ
നമ്മള് കുറച്ച് വർഷമായിട്ട് ഉള്ളതാണല്ലേ. പാലത്തിന്റെ മുകളിൽ വെച്ച് വിളിച്ചാരേ. അപ്പൊ എന്തായാലും ജോമറ്റുമായി വണ്ടി ഓടിക്കട്ടെ, നമുക്ക് കിടക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ഫുഡ് എടുത്ത് വെക്കണം. ഫുഡെല്ലാം എപ്പോഴും കൊണ്ടുവന്ന പോലെ തന്നെ ഇരിക്കും കേട്ടോ. ഫുഡ് എടുത്ത് വെക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രോണൊക്കെ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കിടിലം കുറച്ച് ഫൂട്ടേജസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡ്രോൺ ട്രൈ ചെയ്തപ്പോഴത്തേക്ക് അത് പറക്കുന്നില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം വീട്ടിൽ വെച്ചും യാടി വന്നപ്പോഴൊക്കെ നമ്മൾ 2-3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു. അന്നേരം അതെല്ലാം പറക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഓക്കെ ആവുമെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ നമ്മൾ ബോർഡർ എത്തി കേട്ടോ. ബോർഡർ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ജോമറ്റോ നമ്മളെ വിളിച്ചെണീപ്പിച്ചു. ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേപ്പർ വർക്കുമായിട്ട് വെയിറ്റ് ചെയ്യുക. ചെറിയ രീതിയിൽ മഴ തുടങ്ങി കേട്ടോ. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് എക്സ്റേക്ക് ഒന്നും പോവാണ്ട് നമ്മൾ നേരെ ബോർഡർ ക്രോസ് ചെയ്ത് കടന്ന് കിട്ടി കേട്ടോ. ഒന്ന് സംശയിച്ചു അങ്ങേരെ കുറച്ച് നേരം എടുത്ത് നോക്കി. നല്ല മിഷിഗാണ്. നമ്മൾ വേണ്ട ഇലിനോയിലെ മോറിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുവാണ്. ടെമ്പറേച്ചർ എത്ര നോക്കിക്കുക, 41 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. ഒടുക്കത്തെ ചൂടാട്ടോ. ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. സംഭവം വേറൊന്നുമല്ല, നമ്മള് ഓരോ പ്രാവശ്യം വരുമ്പോഴത്തേക്കും ജോമറ്റോയി എന്തെങ്കിലും സ്പെഷ്യൽ ഇൻഡാമേടയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടാണ് സാധാരണ വരാറ് നമുക്ക് വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഈ കിനുവയും ഗ്രിൽഡ് ചിക്കനും ഒക്കെ ആയതുകൊണ്ട് തന്നെ, അതും നീനാമേനെ എന്ത് ചെയ്താൽ അവള് സാധാരണ ഉണ്ടാക്കുന്നത് നന്നായിട്ട് ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കല്ല. എണ്ണ ഉപയോഗിക്കാനോ അങ്ങനെ ഒന്നും സമ്മതിക്കല്ല കേട്ടോ. ഈവൻ മറ്റേ അതിൻ്റെ അകത്ത് മറ്റേ നമ്മൾ സവോള വഴറ്റാൻ പോലും സമ്മതിക്കല്ല. അപ്പം അമ്മാതിരി സെറ്റപ്പ്. അപ്പം ഞാനങ്ങനെ വലിയ കാര്യമായിട്ട് ജോമറ്റോയ്ക്ക് നമ്മുടെ ഈ കിനുവയൊന്നും കൊടുക്കാറില്ല. കഴിഞ്ഞ പ്രാവശ്യമാണ് ജോമറ്റോയി കിനുവ എങ്ങനെയും കൊണ്ട് ക്യാരറ്റ് എങ്ങനെയാണ് ഗ്രില്ല് ചെയ്യണേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയത്. ഇപ്രാവശ്യം നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ അവളോട് പറഞ്ഞു, എടി ജോമറ്റോയ്ക്ക് ഇച്ചിരി നമുക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവളൊരു പ്രത്യേക രീതി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ജോമറ്റോയ്ക്ക് കിനുവ കൊടുത്ത ദിവസമാണ്. കറക്റ്റായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു കിനുവ കഴിച്ചിട്ട്? നന്നായിരുന്നു. നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു. നോക്കിയപ്പോ നമുക്ക് ആമസോണിൽ നാട്ടിലാണെങ്കിലും കിട്ടും. നല്ല അപ്പൊ ഞാൻ ഗൂഗിൾ നോക്കിയപ്പോ അതിന്റെ ഹൈ പ്രോട്ടീൻ ആണ്, വെയിറ്റ് ലോസിന്, ഷുഗർ ഉള്ളവർക്ക് എല്ലാത്തിനും നല്ലതാണ്. അത്യാവശ്യം ഇപ്പൊ ഈ ചിക്കന്റെ ഒക്കെ കൂടെയാണ് ഒരു ബിരിയാണി പോലെ നമുക്ക് സെറ്റ് ആയിട്ടും കഴിക്കാവുന്ന. അങ്ങനെ കഴിക്കാം. ഇനി ചോറ് പോലെ നമുക്ക് ആ സെറ്റപ്പിൽ കഴിക്കാം, എങ്ങനെ വേണം കഴിക്കാം. അല്ല, ഞാനിത് കണ്ട പ്രത്യേകത എന്നാന്നറിയാവേ, സമ്മാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചോറ് നമ്മളൊരു വലിയ എമൗണ്ട് കഴിക്കും. ഇതാകുമ്പോ ഉണ്ടല്ലോ ഒരു ചെറിയ എമൗണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നാന്ന് വെച്ചാൽ ഈ ഗ്രീക്ക് യോഗട്ടും കൂടെ ഇതിന്റെ കൂടെ തിരിലിട്ട് മിക്സ് ചെയ്യും. നമ്മുടെ ഈ തൈര് സാധമൊക്കെ പോലെ ഇല്ലേ, ആ ഒരു സെറ്റപ്പ് ഇച്ചിരി ഉപ്പും കൂടെ വെതറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ കറിപ്പാത്രത്തിന്റെ അകത്തുള്ളത് കഴിച്ചാൽ മതി. നമ്മുടെ എനർജി നല്ല ഫില്ലിങ്ങും ആണ്, എനർജിയും പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം അതിൻ്റെ അകത്ത് പറയുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്. അപ്പൊ ബേസിക്കലി ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചോറൊക്കെ നമ്മളങ്ങ് കഴിച്ചിട്ട് വയറിന് അറിഞ്ഞ് അനങ്ങാൻ പറ്റാണ്ടായി പോകും, നല്ല കറിയൊക്കെ ആണെങ്കിൽ. അത് ശരിയാ. മറ്റേ ഈ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇതാ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്ന ആ സെക്ഷനിൽ എപ്പോഴും ഇരിക്കുന്നതാണ്. അപ്പൊ ഇതെന്താന്ന് അറിയത്തില്ലാത്തോണ്ട് നമ്മൾ പിന്നെ തൊടാണ്ട് ഇരുന്ന അല്ലേ. അതല്ലെങ്കിൽ ഞാൻ നോക്കിട്ട് ഇതിനകത്ത് കറിയൊന്നും വേണ്ട, നമുക്ക് ഈ ഉപ്മാവൊക്കെ പോലെ നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്താൽ ഫ്രൈഡ് റൈസ് ഉപ്മാവൊക്കെ പോലെ അതും അടിപൊളിയാ. അങ്ങനെ ചെയ്യാൻ പറ്റും. എന്റെ ഒത്തിരി റെസിപ്പീസ് ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ കിടപ്പുണ്ട്, അടിപൊളിയാ. ഞാനിത് തുടങ്ങാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ട്രക്കിങ് തുടങ്ങിയ സമയത്തുണ്ടല്ലോ, തുടങ്ങിയ സമയത്ത് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുത്തിരിച്ചോറ. അപ്പം ഈ ഓരോ പ്രാവശ്യം ലോങ് ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ അവിടെ വീട്ടിൽ മീൻകറിയൊക്കെ വെക്കുന്ന ചട്ടി നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് ചോറും തൈരും സവോളയൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല കുഴപ്പം കഴിക്കുകയായിരുന്നു. അത് നമുക്ക് വീട്ടിൽ വരുമ്പോൾ ഒരു റിഫ്രഷിങ് സാധനം വീട്ടിൽ ചെല്ലുമ്പോൾ. കാരണം ഈ ചോറും തൈരുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് മംഗലാപുരത്ത് പഠിച്ചോണ്ടിരിക്കുമ്പോ തുടങ്ങിയ ഒരു ഇഷ്ടമാണ്. കാരണം ഈ ബാച്ചിലേഴ്സിന്റെ വീട്ടിൽ ഞങ്ങളാർക്കും കറിയൊന്നും
വെക്കാൻ അറിയാവുന്നവരില്ല. ഇനിയിപ്പോ അറിയാവുന്നവന്മാരുടെ തന്നെയാണെങ്കിൽ അമ്മമാർക്ക് മടിയായിരിക്കും. എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അമ്മമാർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണേ. ഞങ്ങള് 3-4 പേരുണ്ട്. ഇതിലാകെ കൂടി നിതിൻ ടോമി, അജിത് ഏടായി എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേരുണ്ടായിരുന്നു. ഇവരാണ് കുക്കിങ്ങിന്റെ ആൾക്കാര്. അപ്പൊ അവര് കുക്ക് ചെയ്താലേ കുക്ക് ചെയ്യുള്ളൂ. ബാക്കി ഞങ്ങള് പറയാം നിതീഷ്, ഞാന്, ജോർജ് മാത്യു, അങ്ങനെ കുറെ ടീമുകളുണ്ട്. ഞങ്ങൾക്കാർക്കും കുക്കിംഗ് അറിയത്തില്ല. നിങ്ങൾ ആസ്വാദകരാണ്. ഞങ്ങൾ ആസ്വാദകരാണ്. അതോടൊപ്പം തന്നെ ഞങ്ങള് പാത്രം കഴുകി വെച്ച് വീട് ക്ലീനാക്കി സഹായിക്കാം. അത്രേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ ഉച്ചയ്ക്കൊന്നും ആരും ഒന്നും ഉണ്ടാക്കിയല്ല. കാരണം ഇത് കുറച്ചു പേര് കോളേജിൽ പോകാത്തവരാണ്, ബാക്കിയുള്ളവരവിടെ കിടക്കണവരാണല്ലോ. അപ്പൊ അതുകൊണ്ട് നട്ടിച്ചാകുമ്പോ വിശന്ന് പ്രാന്താകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിന്റെ അകത്തേക്ക് ആരെങ്കിലും കഞ്ഞി ഇടും. അതാകുമ്പോ അത്ര അരി കഴിക്കാൻ കിട്ടാൻ മതിയല്ലോ. കുക്കറിന്റെ അകത്ത് വിസിലടിച്ചാൽ സെറ്റായി. ഇനി ഇത് കഴിക്കാൻ കറി വേണ്ടേ, എന്ത് ചെയ്യും? നേരെ ഞങ്ങളെ തൊട്ടടുത്ത് തന്നെ 2 വളവ് കളഞ്ഞ ഞങ്ങളുടെ ഒരു പറ്റിയട ഉണ്ട്. ഒരു വലിയ കടയല്ല, ഒരു ചെറിയ പെട്ടിക്കട പോലത്തെ ഒരു സെറ്റപ്പാ. പക്ഷെ അവിടെ ഫ്രിഡ്ജൊക്കെ ഉണ്ട്. അതിന്റെ അകത്ത് തൈര് സംഭാരമൊക്കെ കിട്ടും. നേരെ ചെന്ന് ഒരു പാക്കറ്റ് തൈര്, പിന്നെ ഈ മംഗലാപുരത്ത് മാങ്കോ തൂക്കു എന്ന് പറയും, നമ്മുടെ മാങ്ങാച്ചാറ്, നമ്മുടെ ഈ ചെറിയ പാക്കറ്റില്ലേ മാങ്കോ തൂക്കു, മാങ്ങാച്ചാറ്. നേരെ വീട്ടിൽ വന്നിട്ട് കണ്ണു കാണാൻ പറ്റില്ലായിരിക്കും കേട്ടോ. അപ്പം അരി ഇടണവന്മാരല്ല പറ്റിയടെ പോണത്. കാരണം അരി ഇടണവന്മാര് നടക്കണ്ടല്ലോ. അപ്പൊ അവന്മാര് പോയി ആരേലും പറ്റിയട സാധനം മേടിച്ചോണ്ട് വന്നു. അപ്പൊ ഇത് ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും കൂടെ ഉണ്ടാക്കണ്ടേ? എന്ത് സംഭവം ഉണ്ടാക്കണം അല്ലെ? കുക്കറ് വലിയ കുക്കറല്ല, അതിന്റെ അകത്തേക്ക് അരി ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള കഞ്ഞില്ലേ, അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് അരി വിശന്ന് കണ്ണു കാണാൻ പാടില്ലായിരിക്കും. ആ തൈരും ഈ മാങ്ങാച്ചാറും കൂടെ ഒരു പിടുത്തമുണ്ട്. ഞങ്ങള് ഏകദേശം 2 കൊല്ലം മുഴുവനും ഞങ്ങളുടെ മെയിൻ ആഹാരം ഇതായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. എന്നെ രുചിയായിരുന്നു എന്നറിയോ. അപ്പൊ ഇപ്പോഴും നമുക്ക് നൊസ്റ്റാൾജിയ കിടക്കാതെ. ഇപ്പൊ ഇടയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ വേറെ ഒരു കറി ഇല്ലാതെ ഇതുപോലെ ചോറ്, അതായത് ഫ്രഷ് ആയിട്ട് ചോറുണ്ടാക്കി കഴിയുമ്പോൾ ആ ചൂട് ചോറുണ്ടല്ലോ, അതിന്റെ അകത്ത് തൈര് ഇട്ട് സവാളയും കടിച്ചിരുന്ന ഒരു അച്ചാറും നോക്കി ഞാൻ ഇരുന്ന് കഴിക്കും. അപ്പൊ ഇവളൊക്കെ നോക്കും എന്തോരം കറി ഇവിടെ ഇരിപ്പുണ്ട്, വേണ്ട ആ സാധനം മനസ്സിൽ കിടക്കണേ. അല്ല, ഞങ്ങൾ ഈ ട്രക്കേലേ തുടക്കം കുറച്ചു കാലം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ട്രക്കിങ്ങിന്റെ തുടക്കാലത്ത് ആ അരി കഴിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. വയറൊക്കെ അങ്ങ് ചാടി അനങ്ങാൻ പറ്റാണ്ട്. എന്നാലും വീക്ക്ലി വൺസ് അല്ലേ ഉള്ളൂ. ബ്രീത്തിങ് ഇഷ്യൂസ്. വീക്ക്ലി വൺസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരുമ്പോ ഫുൾ ആഹാരം തന്നെ ഇങ്ങനെയാ, മനസ്സിലായോ? പിന്നെ നമുക്ക് ട്രക്കിൽ വർക്കൗട്ടിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും അറിയില്ലായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയാണ് പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ശ്രദ്ധിച്ച് കിനുവ തപ്പി പിടിച്ച് കൊണ്ടുവന്നത്. അപ്പൊ എത്ര വർഷമായി കിനുവ കഴിക്കാൻ തുടങ്ങിയിട്ട്? കിനുവ കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം എങ്ങനെയൊക്കെ പോയാലും ഇപ്പൊ ഒരു 5 കൊല്ലമായി കാണും. 5 കൊല്ലമായിട്ട് അല്ലേ? പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോ ചോറ് കഴിക്കും കുറച്ചൊക്കെ. വീട്ടിൽ ചെല്ലുമ്പോ ചോറ് കഴിക്കും, എന്നല്ലെങ്കിൽ അവള് പിടിച്ചിടിക്കും. ഞാൻ ചെല്ലുമ്പോഴേ എന്തായാലും സ്പെഷ്യൽ ഉണ്ടാക്കുകയെന്ന് പറയും. അത് എല്ലാവർക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുള്ളേ. ഞാൻ ചെല്ലുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വരുമ്പോ എല്ലാവർക്കും ഒരുമിച്ച് എന്തെങ്കിലും ഒക്കെ കഴിച്ചുകൂടെ, അതാ മറ്റേ മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ നമ്മള് എന്നാ പോട്ടെ എന്ന് വിചാരിച്ച് എന്നേലൊക്കെ കഴിക്കും. ഭായി എന്നാ പറയാൻ വന്നേ? നിങ്ങള് ട്രക്കിംഗ് കൂടെ? ഞങ്ങള് തുടക്കം മുതലേ ഞങ്ങള് കഞ്ഞി വെക്കുമായിരുന്നു. മറ്റേ ഇലക്ട്രിക് ഹീറ്റർ ഇല്ലേ, ELS-ലൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങള് എന്നാ റൈസ് കുക്കർ നമ്മുടെ പിസയുടെ കവർ കൊണ്ടുവരും. അത് 2ആയിട്ട് എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇത് വെക്കും. എന്നിട്ട് ആ കുക്കർ കൊണ്ടുവന്ന് നമ്മള് പറക്കം തെളിയോ തെളിയോ ഒക്കെ ചെയ്യുന്ന പോലെ വണ്ടി ഓടിച്ച് ഓടിക്കുന്നവരായിരിക്കും കഞ്ഞി കഴിക്കേണ്ടത്. മോർണിംഗ് ഷിഫ്റ്റുകാരൻ പെട്ട്. അപ്പൊ അവൻ കഞ്ഞിയൊക്കെ ഉപയോഗിച്ച് നല്ല സെറ്റാക്കി. ഇച്ചിരി ഇടയ്ക്ക് 1-2 പ്രാവശ്യം വെള്ളം ഓടിക്കുന്നവൻ കഞ്ഞി വെക്കുവോ? ഓടിക്കുന്നവൻ കഞ്ഞി വെക്കണം. കഞ്ഞി ഇവിടെ കിടക്കുന്നവൻ ഓണാക്കിയിട്ട് അങ്ങ് പോകും. പിന്നെ ഓടിക്കുന്നവനാണ് അതിന്റെ വെള്ളം നോക്കണ്ടത്. അത് ഇങ്ങനെ ഒരു സ്റ്റീം ഇങ്ങനെ വരുന്ന ഒരു ഇതുണ്ടായി. അപ്പൊ അത് നമുക്ക് അറിയാം ഏകദേശം വെള്ളം വരുന്നത്. അപ്പൊ നമ്മൾ ആ വെള്ളം തീരുന്നതനുസരിച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ബ്രേക്ക് എടുക്കുമ്പോ ഒന്ന് ഒഴിക്കാം. ആ സമയത്തൊക്കെ നോക്കിയിട്ടായിരുന്നു നമ്മൾ വെക്കുന്നത്. അല്ല നമ്മൾ തന്നെ വെച്ചാൽ സംഭവം റെഡിയാ. അത് മറ്റേ കുത്തിരിയല്ല കേട്ടോ, ഗേന ഗോൾഡ് ഒക്കെ ഇല്ലേ, ആ ടൈപ്പ് അരി. നമ്മുടെ ബസുമതി റൈസ് പോലത്തെ? ബസുമതി അല്ല, വേറെ ടൈപ്പ്, വേറെ അരി, പച്ചരി പോലത്തെ. അത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം നമ്മള് ഫ്രഷ് അല്ലേ, അതിലേക്ക് നമ്മൾ ഈ മീൻകറിയും മറ്റേ കൂണ് തോരന് ഇച്ചിരി അച്ചാർ എല്ലാം കൂടെ ഞങ്ങൾ ഒരു പാത്രത്തിലേക്ക്, കോപ്പപാത്രം ഉണ്ടാവും, അതിനകത്ത് റോബിന് അതിന്റെ സെറ്റപ്പ് എല്ലാം അറിയാം. റോബിൻ നമുക്ക് എല്ലാം നല്ല സെർവ് ചെയ്യും. പുള്ളിക്ക് വലിയൊരു കഴിവ് അങ്ങനെ സെർവ് ചെയ്യാതെ. റോബിന്റെ കൂടെ ആണോ ഓടിച്ചോണ്ടിരുന്നത്? അതിനുമ്പ് ഞാൻ കണ്ണന്റെ കൊടുത്ത് പോകുമ്പോ ഞങ്ങൾ അത് തന്നെയായിരുന്നു. പിന്നെ അത് നല്ലതായിരുന്നു കേട്ടോ. അപ്പൊ
പിന്നെ നമ്മൾ പിന്നെ ഓരോരുത്തരായി കഴിഞ്ഞതിന് പിന്നെ അങ്ങ് നിർത്തി. കുറച്ചു പേർക്ക് മടുപ്പായി. അത് അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാം. ഒക്കെ വരുമ്പോഴത്തേക്ക് അന്നേരം ഇത് തെന്നി പോകില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ വലിയ കുഴപ്പമില്ല. കാരണം ഒന്ന് ഈ വെള്ളം ഇതിലേക്ക് വീണാലും ഈ പിസയുടെ ആ കവറിന്റെ അകത്ത് നിന്നോളും, വെള്ളം നിന്നോളും. അങ്ങനെ അങ്ങ് പോകത്തില്ല. ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. ബ്രേക്ക് വീണ്ടും ഒന്നും. പിന്നെ ഇതുള്ള കാരണം സൂക്ഷിച്ചായിരിക്കും ഓടിക്കുന്നത്. അതെ അതെ. ഇച്ചിരൂടെ അതിന് ഇതിന് മാത്രം സമയം വേണ്ട, ആ അരി ആയതുകൊണ്ട്. എന്തായാലും ഏകദേശം 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജോമറ്റുമായി പയ്യെ ഉറങ്ങാൻ പോയി കേട്ടോ. ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി. നമ്മളിപ്പോഴും ഇല്ലിനോയി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മുമ്പിലുള്ളത് അയോവ. അഖിൽ രവീന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, പുതിയ ക്യാമറ ആംഗിൾ വെച്ച് എൻജിൻ സൗണ്ടും റോഡ് നോയ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് BGM ഇല്ലാതെ ലോങ് വീഡിയോസ് കൂടി ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്യണേ ബ്രോ. POV വീഡിയോസ് പോലെ, ബട്ട് ക്യാമറ ആംഗിൾ ക്യാബ് വ്യൂ വെച്ചാൽ മതി. അതാകുമ്പോൾ ഒത്തിരി എഡിറ്റിംഗ് ഒന്നും വേണ്ടല്ലോ, പറ്റുമെങ്കിൽ മാത്രം. ശരിക്കും ഈ അഖിൽ ബ്രോയുടെ അഭിപ്രായമുള്ള ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. പലരും നമ്മളോട് ഇതുപോലെ പറയാറുണ്ട്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് പല നോയ്സുകളും ചിലപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറി വരുന്നതുകൊണ്ടാണ് സാറിന് അതിൽ മ്യൂസിക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല. പക്ഷെ എന്തായാലും ഇനി നമ്മുടെ മുന്നോട്ട് ഞാൻ കുറച്ച് വീഡിയോസ് മ്യൂസിക് പരമാവധി കുറച്ച് ഈ ഇവിടുത്തെ റിയൽ ഒറിജിനൽ നോയ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവേ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ആ വീഡിയോസിൻ്റെയൊക്കെ അടിയിൽ ഇടണം. മ്യൂസിക് നമ്മൾ കുറയ്ക്കുന്നത് പ്രകടമായ ഒരു മാറ്റം നമ്മുടെ വീഡിയോസിൽ വരുത്തുന്നുണ്ടോ, മോശമാവുകയാണോ നല്ലതാവുകയാണോ, അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഒന്ന് ഇടണേ. അതോ നിങ്ങളതൊന്ന് നോട്ടീസ് ചെയ്യുന്നേ ഇല്ലേ എന്നൊക്കെയുള്ളത്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ അത് നോട്ടീസ് ചെയ്യാതെ ആയിരിക്കും ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ ഇപ്പം ഓൾറെഡി നമ്മുടെ കഴിഞ്ഞു പോയ പല വീഡിയോകളിലും ഞാൻ അത് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം കൂടുതൽ എൻജിൻ്റെ സൗണ്ടും ഇവിടുത്തെ ഔട്ട്സൈഡ് ഒറിജിനൽ സൗണ്ടുകളും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു സെറ്റ് ആകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ അമർജിത്ത് അജിത് കുമാർ എന്ന് പറയുന്ന ആ പ്രൊഫൈല് നമുക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ അമർജിത്ത് ബ്രോ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് എല്ലാത്തിനും കമൻറ്റ് ഇട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും ആദ്യം തന്നെ കണ്ട് ഫസ്റ്റ് കമൻറ്റ് ഇടുന്ന ഒരാളിൽപ്പെട്ട. അപ്പം ഇൻസ്റ്റഗ്രാമിൽ അതായത് ഒരു വീഡിയോ നമുക്ക് നമ്മൾ പറയുന്ന പോലെ നിങ്ങൾക്കറിയാമല്ലോ, സാധാരണ ഗതിയിൽ മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേസിലാണ് നമ്മുടെ വീഡിയോസ് ഇറങ്ങാറ് വൈകുന്നേരം 6 മണിക്ക്. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ആ വീഡിയോ കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ ഇടാനും, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എന്നാ പറ്റി ബ്രോ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു വീഡിയോ ഇറങ്ങിയില്ലല്ലോ എന്ന് നമുക്ക് മെസ്സേജ് അയച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ബ്രോയാണ്. അപ്പോൾ ബ്രോ നമ്മളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോ, ഡ്രൈവർ സൈഡ് ഗ്ലാസ്സിലെ ടോപ്പ് ആൻഡ് കോർണർ ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് പോലെ ഒരു സാധനം ഉണ്ടല്ലോ, അത് ബ്ലൈൻഡ് സ്പോട്ട് കാണാനുള്ളതാണോ ഒന്ന് പറയണേ. ഈ ഒരു ചോദ്യം അമർജിത്ത് ബ്രോ മാത്രമല്ല കേട്ടോ, വേറെ 2-3 പേരും കൂടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചവർക്കൊക്കെ നമ്മൾ ഓൾറെഡി കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ കാണിച്ചു തരാം. സംഭവം വേറെ ഒന്നുമല്ല, ദേ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഈ കാണുന്ന സംഭവമാണ് അമർജിത്ത് ബ്രോ ഉദ്ദേശിക്കുന്നത്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇത് നമ്മുടെ ട്രക്കിൻ്റെ സേഫ്റ്റി സ്റ്റിക്കറില്ലേ, നമ്മുടെ ട്രക്കിൻ്റെ സേഫ്റ്റി സ്റ്റിക്കർ അത് അപ്പുറത്തെ സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു കോർണറിലാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. അതായത് എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞ് നമ്മുടെ ഏതെങ്കിലും ഒരു ഓഫീസർ നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കാണാൻ പറ്റണം. തന്നെയല്ല ഈ പൊസിഷനിലാണോ അത് ഒട്ടിക്കേണ്ടത്. പക്ഷേ അതിൻ്റെ ഒട്ടിക്കേണ്ട ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒട്ടിക്കേണ്ട ഭാഗം ക്രോം ഫിനിഷിലാണുള്ളത്. അതുകൊണ്ടാണ് ഒട്ടിച്ച വൃത്തികേടായിട്ട് നമുക്ക് ഒരു ഇരിക്കാണ്ട് ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് പോലെ ഇരിക്കുന്നത്. ശരിയാ, ഈ സൈഡിൽ നോക്കുമ്പോൾ ഒരു കണ്ണാടി പോലെ തോന്നും, പക്ഷെ അതൊരു സ്റ്റിക്കറിൻ്റെ പുറകുവശമാണ്.